അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെയും കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് ഇത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഈ ചട്നി നമ്മൾ വെള്ള കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ചട്നിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പച്ചമാങ്ങ ചേർക്കും, അല്ലെങ്കിൽ വാളംപുളി ചേർക്കും. ഇതേപോലെ തൈര് ചേർത്തിട്ട് ചട്നി ഉണ്ടാക്കിയാലും ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ചട്നിക്ക് നല്ലൊരു വെള്ള കളർ കിട്ടുകയും ചെയ്യും. വാളംപുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചട്നിയുടെ കളറ് മാറിപ്പോകും. പക്ഷെ എനിക്ക് വാളംപുളി ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ഇതേപോലെ തൈര് ചേർക്കുമ്പോഴാണ്. ഈ ചട്നിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുക്കുമ്പോഴും പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക് വേണം, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ കറിവേപ്പില, ഉണക്കമുളക്. ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തേങ്ങ ചട്നി ആക്കാന്ന്. ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് നല്ല എരിവുള്ള 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഞങ്ങൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആ ചേർക്കണ വെള്ളം ചിലപ്പോൾ നമ്മുടെ പൈപ്പിലേക്ക് വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും. അങ്ങനെ നല്ല തണുത്ത വെള്ളമാണെങ്കിൽ പതുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്കും തെളിഞ്ഞ് വരും. തേങ്ങ ശരിക്കും നമുക്ക് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഏറ്റവും ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും തേങ്ങ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. ആദ്യം നമുക്ക് തേങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇപ്പം തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാം. അത് ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കാം. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. തൈരൊക്കെ നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇതൊരു പ്രാവശ്യം പതുക്കെ ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ തൈര് രണ്ടാമത് ചേർത്തോട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി ചട്നിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുക. പച്ചമുളക് ചേർക്കുക. ഉണക്കമുളക് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചേർക്കുമ്പോൾ ചുവന്നുള്ളി ചേർക്കണതിന് മുമ്പ് ചേർക്കാം. അത് ഞാൻ ഏറ്റവും ആദ്യം ചേർക്കാൻ മറന്നു, ഇതുകൊണ്ടാണ് ചുവന്നുള്ളിയുടെ കൂടെ ഒരുമിച്ച് ചേർത്തത്.
അപ്പോഴായിരിക്കും ആ ഉണക്കമുളക് നമുക്ക് ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ ഈ ചുവന്നുള്ളിയുടെ ഉള്ളിലെ വെള്ളം കൊണ്ട് ഈ ഉണക്കമുളക് നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ തേങ്ങ ചട്നിയിലേക്ക് ചേർക്കാം. ഈ താളിച്ചെടുത്തത് നേരിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കണ തേങ്ങ ചട്നിയിലേക്ക് ചേർക്കാണ് ചെയ്യണത്. ഈ തേങ്ങ ചട്നി നമ്മൾ താളിച്ചെടുത്തതിൽ ഒഴിച്ചിട്ട് ചൂടാക്കരുത്. തേങ്ങ ചട്നി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ ചട്നിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാം. ചിലൊരു ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ ഈ താളിച്ചൊഴിച്ചതിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കും. അങ്ങനെ ചൂടാക്കരുത്. ഇങ്ങനെ ചട്നി എടുക്കുന്നതാണ് ആ ചട്നിയുടെ ശരിക്കുള്ള ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെയും കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണിത്.